എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണോ? ഡ്രൈ ആണെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് റോസ് വാട്ടറാണ് കേട്ടോ. ഈ റോസ് വാട്ടറിൻ്റെയും ഗ്ലിസറിൻ നമ്മൾ സാധാരണ മെഡിക്കൽ സ്റ്റോറുകളിൽ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഗ്ലിസറിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് പറഞ്ഞുതരാൻ പോകുന്നത്. എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്. ഡ്രൈ സ്കിൻ എന്ന് വെച്ചാൽ ഈ തണുപ്പ് സമയത്തൊക്കെ വരുമ്പോഴത്തേക്കും വര വീഴും കാലിലൊക്കെ. അതുപോലെ ഈ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ചെറിയ ഇങ്ങനെ പൊരിഞ്ഞിളവുന്നൊരു ടൈപ്പാണ് എൻ്റെ സ്കിന്ന്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വാസലിൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചിലേക്ക് എൻ്റെ ഉമ്മ എനിക്ക് വെണ്ണ തന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ മീനിൻ്റെ കണ്ണ് പച്ചയോടെ തന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം എൻ്റെ സ്കിൻ അങ്ങനെ ആയതുകൊണ്ട്. പക്ഷേ എനിക്കിതിലൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. അപ്പോഴും അവർ ലോഷനൊക്കെ എഴുതി തരും. നമ്മളൊരു ലോഷൻ ഒരു ദിവസം രാവിലെയും വൈകുന്നേരവും തേക്കാൻ പറയും. നമ്മൾ ആ ഒരു കുറച്ച് നേരം തേക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു എഫക്റ്റ് അങ്ങ് പോവല്ലേ. തേക്കുന്നവർക്ക് അറിയായിരിക്കും. ഇപ്പോൾ ഈ ഡ്രൈ സ്കിന്നിൻ്റെ കേസാണ് പറയുന്നത്. സെൻസിറ്റീവും അല്ലെങ്കിൽ നോർമൽ സ്കിന്നുള്ളവർക്ക് ചിലപ്പോൾ അത് അത്ര വലുതായിട്ട് അറിയില്ലായിരിക്കും. ഇനി നോർമൽ സ്കിന്നുള്ളവർക്ക് പോലും ഇത് നല്ല ഉപയോഗപ്പെടും. ഞാൻ അങ്ങനെ ഈ ലോഷനും കാര്യങ്ങളും ഇതെല്ലാം മാറ്റിയിട്ട് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് ഉപയോഗിക്കാനുള്ള ഒരു കാരണം, ഞാനൊരു വീഡിയോയിൽ ഒരു ചേച്ചിനെ, ഞാൻ അവരുടെ പേര് മറന്നുപോയി, അവരുടെ ലൈഫ് സ്റ്റോറി ഒരു പറഞ്ഞ സമയത്ത് അവർക്കൊരു പ്രശ്നം സ്കിന്നിനുണ്ടായിരുന്നെന്നും അതിൽ ഈ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇത് ശരീരത്തിൽ തേച്ചപ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് പോയി തുടങ്ങി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ, അത് ആ സമയത്ത് ഞാൻ ട്രൈ ചെയ്തില്ല. ഹോസ്പിറ്റലിൽ പോയി അപ്പോഴും ഒരു രീതിയിലും മാറ്റമില്ല. ഡിസംബർ മാസം തണുപ്പ് മാസം വരുമ്പോഴെല്ലാം എൻ്റെ ചൊറിച്ചിലെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എനിക്ക് കാരണം അത്രയും ഡ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു എസി ഇരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരുപാട് എണ്ണ തേക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ ഇല്ല അല്ലേ. അപ്പം ഞാൻ കണ്ടുപിടിച്ച സൊല്യൂഷൻ എന്ന് പറയുന്നത് വെറും 100 രൂപയ്ക്ക് തീരും സൊല്യൂഷൻ. റോസ് വാട്ടറും ഇതും കൂടെ 100, 150 രൂപയ്ക്ക് അകത്തേ വരുള്ളൂ. ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഗ്ലിസറിനൊക്കെ എല്ലാവർക്കും അറിയാം. ഗ്ലിസറിൻ സാധാരണ കണ്ണിലും കരയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമുക്ക് ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് സ്കിൻ ഗ്ലോ ആവാനും നല്ല സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസ് ചെയ്യാനും വേണ്ടിയിട്ട് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഗ്ലിസറിൻ. അതുപോലെ റോസ് വാട്ടർ അറിയാം എല്ലാവരും എല്ലാത്തിൻ്റെയും കൂടെയും സ്കിന്നിന് വേണ്ടി സ്കിൻ കെയറിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഗ്ലിസറിൻ അങ്ങനെ നമ്മൾ തനിയെ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ തനിയെ യൂസ് ചെയ്താൽ അത് ഇതൊരു കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതൊരു കട്ടിയായിട്ടുള്ള ജെൽ ഒരു ഫോമിലാണ് ഇതിരിക്കുന്നത്. ഇത് തനിയെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതൊരുമാതിരി അത് നമ്മളിങ്ങനെ ആക്കുമ്പോൾ തന്നെ ഒരു ചൂടാണ് ഇതിന്. കണ്ടോ, നമ്മൾ എൻ്റെ 2 കൈ ഇപ്പം നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടോടുകൂടി നമ്മൾ ഒരിക്കലും നമ്മുടെ സ്കിന്നിൽ അത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു തുള്ളി ആ ഒരു ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ശരീരത്ത് അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത് തേച്ചതായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ നല്ല സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇത് എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. ഞാനിത് ആദ്യം യൂസ് ചെയ്തത് ഇങ്ങനെ ഇതുപോലെ ഒരു തുള്ളി ഗ്ലിസറിനും പിന്നെ റോസ് വാട്ടറാണ് ഞാൻ യൂസ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഇത് ഒരു ബോട്ടിലിൽ ഇവരെ 2 പേരെയും മിക്സ് ചെയ്ത് വെക്കും. ഇപ്പോൾ എൻ്റെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, മിക്സ് ചെയ്ത് വെച്ചത് തീർന്നു. അതുപോലെ ഗ്ലിസറിനൊക്കെ അത് തീരത് ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്കത് ഒഴിക്കാം. അപ്പോൾ ഈ ഗ്ലിസറിൻ ഒഴിച്ചിട്ട് അതിൽ റോസ് വാട്ടർ, ഇപ്പം ഗ്ലിസറിൻ ഇത്രയല്ലേ ഉള്ളൂ, അപ്പോൾ അതനുസരിച്ചൊരു കണക്കിന് റോസ് വാട്ടർ യൂസ് ചെയ്യാം. കാരണം നമുക്കിങ്ങനെ കൈ തൊടുമ്പോൾ ചെറിയൊരു ആ ഒരു മയമൊക്കെ വേണം. ഉള്ള റോസ് വാട്ടർ മുഴുവൻ ഉപയോഗിച്ച് ഗ്ലിസറിൻ്റെ അതങ്ങ് മാറ്റാതിരുന്നാൽ മതി. ഓക്കെ, അപ്പം എന്താ ഗ്ലിസറിന് 2 കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് 2 നന്നായിട്ട് ഷേക്ക് ചെയ്യും. ഇതിങ്ങനെ വെച്ചിരിക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുളിച്ചിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാം. ഫേസിൽ എല്ലായിടത്തും യൂസ് ചെയ്യാം. ഫേസിലൊന്നും അങ്ങനെ പെട്ടെന്ന് ഇത് തേച്ച് നമ്മൾ പിമ്പിൾസ് ഒന്നും വരില്ല. പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻകാർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കൂടാതെ എനിക്ക് തോന്നിയൊരു മാറ്റം എന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റ്, നമ്മളെ ടാനൊക്കെ മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഗ്ലിസറിൻ ഇപ്പം ടാൻ മാറുന്നപ്പോൾ നമുക്ക് ഒരു സ്കിന്നിനൊരു ഗ്ലോയിങ് ഫീൽ കിട്ടും. പിന്നെ നിരന്തരമായിട്ട് നമ്മുടെ ഡ്രൈ സ്കിന്ന് മാറുമോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് ഞാൻ പറയില്ല. കാരണം നമ്മൾ എന്ത് സാധനം യൂസ് ചെയ്യാം, നമുക്ക് ഓൾറെഡി നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും അല്ലേ. അത്
അത് മാറുന്നില്ല. പക്ഷെ നമുക്ക് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് മറ്റുള്ള എല്ലാത്തിനെയും കാര്യം എനിക്ക് ഇത് നല്ലൊരു യൂസ്, കാരണം ചിലവ് കുറവാണ്, അധികം പൈസ ഉണ്ടെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ വീട്ടിലിവിടെ ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കളൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. വേറെ ലോഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം മറ്റുള്ളവർക്ക് ഇത് ഉപയോഗപ്പെടട്ടെ. ഇതിൻ്റെ പേഴ്സണൽ 2 വർഷമായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നും യൂസ് ചെയ്യാറില്ല. നല്ല മാറ്റമുണ്ട്, എൻ്റെ സ്കിന്നിനെ അപേക്ഷിച്ച് നല്ല മാറ്റമുണ്ട്. എങ്കിലും നമ്മൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ യൂസ് ചെയ്യാൻ വലിയ ഇതൊന്നുമില്ല. കാരണം നമ്മൾ എപ്പോഴും കുളിച്ച് കയറുന്ന സമയത്ത് ഒരു കയ്യിലോ വല്ലതൊക്കെ തേക്കുന്നത് നമുക്ക് അത്ര, നമ്മൾ ലോഷൻ തേക്കുന്നത് അതേപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ കാര്യമൊന്നുമല്ല. അപ്പം നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും. ഇത് മാത്രമല്ലാതെ ഞാൻ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ഈ തേങ്ങാ പിണ്ണാക്കിൽ ഞാൻ നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ച് വെച്ചിട്ട് കുളിക്കാൻ പോകുന്ന സമയത്ത് അതിനെ നന്നായിട്ട് കുതിർക്കാൻ വെക്കണം. കുതിർന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ സോപ്പൊക്കെ തേച്ചതിന് ശേഷം ആ തേങ്ങാ പിണ്ണാക്ക് നമ്മൾ തേച്ച് കുളിച്ച് നോക്കും. അപ്പോഴും നല്ല റിസൾട്ടാണ്. 2-3 ദിവസം അടുപ്പിച്ച് തേച്ചതിന് നല്ല റിസൾട്ട് കിട്ടും. പക്ഷേ അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുളിക്കുന്ന സമയത്ത് ഇതൊന്നും തേച്ച് കുളിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തില്ല. നമുക്ക് അതിനുള്ള സമയമില്ല. ഞാൻ കുറേ നാൾ അത് യൂസ് ചെയ്ത് നല്ല മാറ്റമൊക്കെ ഉണ്ടായിരുന്നു. അതും ഇതുപോലെ സ്കിന്ന് ബ്രൈറ്റൻ ആവും, നല്ല വ്യത്യാസം വരും. ഈ നമ്മൾ ചുണ്ടിലൊക്കെ ഉള്ള ടാനൊക്കെ ഇല്ലേ, അതൊക്കെ മാറും. ഈ ഗ്ലിസറിൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നമ്മൾ ചുണ്ടിൽ തേച്ചിട്ട് കിടന്നാലും ചുണ്ടിലുള്ള ടാനൊക്കെ മാറാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ തേങ്ങാ പിണ്ണാക്ക്, അത് ഇങ്ങനെ ഈ സമയം വേണം, നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അതിനുശേഷം ഞാൻ വാങ്ങിച്ച തേങ്ങാ പിണ്ണാക്ക് വന്നിട്ട് ഒരു ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു തേങ്ങാ പിണ്ണാക്കാണ്. അതിങ്ങനെ മിക്സിയിൽ അടിക്കാൻ പറ്റില്ല, മിക്സിയിൽ അടപ്പ് പൊട്ടിപ്പോയി. അങ്ങനെ അതിനെ ഞാൻ കുതിർക്കായിട്ട് യൂസ് ചെയ്ത് എനിക്ക് അത്ര വലുതായിട്ട് തോന്നിയില്ല. അത് അങ്ങനെ ഇരുന്നതങ്ങ് പോയി. ഇപ്പം ഞാൻ കൂടുതലും അതിന് വേണ്ടി സമയം എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴും നല്ല ഇത് ഞാൻ അത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം രണ്ടും നല്ല റിസൾട്ടാണ്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.